ഹിറ്റിൽ ഓടി. ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് 100%. അപ്പോൾ ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ. ലാലേട്ടന്റെ ബർത്ത്ഡേ വരുന്നതാണ്. അപ്പം തിയേറ്ററിൽ തന്നെ കാഴ്ച കാണാൻ ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ തിരിച്ചു തൂക്കിയിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ 100%. ഉറപ്പാണ്. 250 കോടിക്ക് മുകളിലെത്തും. 100 കോടി. സെറ്റ്. എടാ മിസ്റ്റർ സോർജെ, പൊട്ട ലാലേട്ടൻ ഫാൻ ബോയ്, നിന്നോട് ഇപ്പൊ പറയാലോ, നിനക്കെന്താ പ്രാന്തളകിയോ? മറ്റേ തെയ്യൊക്കെ ഇങ്ങനെ ഇതാകുമല്ലോ, അതേപോലെ പിന്നെ പ്രാന്തളകി. എന്താ പറയല്ല, ഈ സീരിയല് കണ്ടിട്ട് നിനക്ക് രോമം എഴുന്നേറ്റോ? അങ്ങനെയാണെ പരസ്പരം പാരിജാതം ഇതൊക്കെ കണ്ടിട്ട് ഞമ്മക്ക് രോമം എഴുന്നേൽക്കണ്ടേ? എനിക്കൊരു ഇതും തോന്നിയിട്ടില്ല, ഒരു ഗൂസ് പംസ് പോലും ഈ സിനിമയിൽ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തുടരും ഈസ് പെർഫെക്റ്റ് മൂവി. ഗൂസ് പംസ് എല്ലാം ഉണ്ട്, സെന്റിമെന്റ്സ് മാസിന് മാസം ക്ലാസ്സിന് ക്ലാസ് എല്ലാം ഉണ്ട്. തുടരും ഓക്കെ. പക്ഷെ ഈ മലങ്കൾട്ട് തല്ലിപ്പൊളി പടം, ജിത്തു ജോസഫിൻ്റെയും ലാലേട്ടൻ്റെയും മലങ്കൾട്ട് പടം ദൃശ്യം 3, ഇതൊരു തനി വാണപ്പട. സത്യം പറഞ്ഞാൽ ഇതിലൊരു കഥയില്ലടേ. സീരിയൽ എടുത്ത് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു, എന്നിട്ട് ഇപ്പം അവർ തള്ളിക്കയറ്റുക അണ്ടർ CR ആയിന്ന്. അയ്യോ, ഈ ലാലേട്ടൻ ഫാൻസ് എന്താണ്ടാ ഉടുപ്പില്ലാത്തമാരെ. ഈ സീരിയൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്ര രോമ എഴുന്നേൽക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളെ സൂരജിനും JPക്ക് ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കണമല്ലോ, ഫിലിം അവാർഡ്. വേറൊന്നും പറയില്ല, തനി വാണ ഫാൻസ് കാരണം നിങ്ങളായിരിക്കും. സീരിയൽ വരെ ഏറ്റെടുക്കുന്ന ഒരേ ഒരു ഫാൻസ് ലാലേട്ടൻ്റെ ഫാൻസ് മാത്രമായിരിക്കും. നിങ്ങൾ പൊളിയാണ്. സീരിയൽ വരെ ഏറ്റെടുത്തല്ലോ, ലാലേട്ടൻ്റെ ദൃശ്യം 3 സീരിയൽ വരെ ഏറ്റെടുത്ത്. അടിപൊളി.